നമസ്കാരം. പ്രോടൈം സ്പീക്കർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോൺഗ്രസിനെയും ട്രോളി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും ഇരുവരും ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. വീണയുടെ കുവൈറ്റ് യാത്ര മുതൽ കൊടിക്കുന്നിലിന്റെ പ്രോടൈം വരെ പരസ്പരം പുറം ചൊറിഞ്ഞ് മുന്നേറുന്ന ഇന്ത്യ സഖ്യത്തിന് അഭിവാദ്യങ്ങൾ എന്നാണ് വി മുരളീധരൻ കുറിച്ചിരിക്കുന്നത്. ലോക്സഭയിലെ പ്രോടൈം സ്പീക്കർ നിയമനത്തിൽ കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിലുള്ള പിണറായി വിജയന്റെ പ്രതിഷേധം കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ല എന്നും അദ്ദേഹം കുറിച്ചു. ഏത് നിലയ്ക്ക് നോക്കിയാലും പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ഈ മനുഷ്യനെയാണ്. പ്രോടൈം സ്പീക്കർ ആക്കാത്തതിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 ദിവസം മാത്രം ആയുസ്സുള്ള ലോക്സഭാ പ്രോടൈം സ്പീക്കർ പദവിയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിലുള്ള പിണറായി വിജയന്റെ പ്രതിഷേധം കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ല. സംഘപരിവാറിന്റെ സവർണ പ്രീണനമാണത്രേ കാരണം. ഗോത്രവർഗക്കാരനായ OR കേളു ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് തീരുമാനിച്ച അതേ പിണറായി വിജയനാണ് കൊടിക്കുന്നിലിന്റെ 2 ദിവസത്തെ ഓർത്ത് മുതലക്കണ്ണീരൊഴുക്കുന്നത്. പാവം കേളു തുടർച്ചയായി ഇടവേളയില്ലാതെ 7 തവണ സഭാംഗമായ ഭർതൃഹരി മഹ്താബിനെയാണ് പ്രോടൈം സ്പീക്കറാക്കിയത്. 8 തവണ സഭാംഗമായി എന്ന് പറയുന്ന കൊടിക്കുന്നിൽ 1998-ലും 2004-ലും സഭയിൽ അംഗമായിരുന്നില്ല എന്നതും പറയണം. എന്നാൽ 2 തവണ വീതം MLA-മാരായ വാസവനും കേളുവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പിണറായി വ്യക്തമാക്കണം. ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരെ തുടർച്ചയായി 2 തവണ രാഷ്ട്രപതി ആക്കിയതാണ് BJP-യുടെ പാരമ്പര്യം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനിതയെ രാഷ്ട്രപതിയാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് പിണറായിയുടെയും VD സതീശന്റെയും പാർട്ടികൾ. അവരാണ് കൊടിക്കുന്നിലിന് 2 ദിവസം ചെയറിൽ ഇരുത്താത്തത് ദളിത് അവകാശ ലംഘനമെന്ന് വാദിക്കുന്നത്. വീണയുടെ കുവൈറ്റ് യാത്ര മുതൽ കൊടിക്കുന്നിലിന്റെ പ്രോടൈം വരെ പരസ്പരം പുറം ചൊറിഞ്ഞു മുന്നേറുന്ന ഇന്ത്യ സഖ്യത്തിന് അഭിവാദ്യങ്ങൾ. കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസിലെ ഏറ്റവും സീനിയർ MP, മിടുക്കൻ, സർവോപരി ദളിത് സമുദായ അംഗം, പിന്നെ ഇന്ന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും നാളെ വാദ്രയുടെയും കുടുംബ വീടായ കേരളത്തിൽ നിന്നുള്ള അംഗം. ഏതു നിലയ്ക്ക് നോക്കിയാലും പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ഈ മനുഷ്യനെയാണ്. 2 ദിവസത്തേക്കുള്ള പ്രോടൈം സ്പീക്കറാക്കാത്തതിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിക്കേണ്ടത്. പ്രിയ സുഹൃത്ത് കൊടിക്കുന്നിൽ സുരേഷിന് മുൻകൂറായി സർവ്വമംഗളങ്ങളും നേരുന്നു.